ഇവിടുന്ന് ഇറങ്ങി പോവാൻ പാടാ. Human alien madness. ഇതിൽ പോകാൻ പറ്റുന്നു അല്ലേ? ഗുഡ് ഈവനിങ്, എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? ഞങ്ങൾ ഇതാ വേറൊരു ക്യാമ്പിങ്ങിന് വേണ്ടി വന്നതല്ല ശരിക്ക്. ഞങ്ങളെ ഡ്രോണ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഡ്രോണ് തിരഞ്ഞിട്ട് അടുത്ത ദിവസം വീണ്ടും വന്നതാണ്. അപ്പം ഭയങ്കര ഹെവി റെയിനായിരുന്നു. അങ്ങനെ അതൊക്കെ ഫുള്ള് നനഞ്ഞ് പൊതിർന്ന് അങ്ങനെ നനഞ്ഞതോടുകൂടി ഡ്രോണ് സെർച്ച് ചെയ്യൽ ഒഴിവാക്കി. എന്നാല് ഡ്രോൺ എന്തായാലും നനഞ്ഞു പോയിട്ടുണ്ടാവും, കാര്യമില്ല. ഒന്നുകൂടി സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ, പക്ഷെ കാര്യമില്ല അത് കിട്ടിയിട്ട്. പിന്നെ എന്തായാലും ഫ്രഷായി ഒന്ന് സ്ലീവ്ലെസ് എല്ലാം ഇട്ട് വന്നാ. ഇപ്പം ഇതിൻ്റെ മേലൊരു കേവ് ഉണ്ട്, കുറച്ച് നല്ലോണം കയറി പോകണം മേലോട്ടേക്ക്. ഇപ്പോൾ സമയം ഓൾറെഡി ലേറ്റായി. അപ്പോൾ മേലെ കയറിയിട്ട് ആ കേവിൽ ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഈ ബാഗ് മാത്രമേ ഉള്ളൂ. പുള്ളിൻ്റെ അടുത്ത് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അപ്പം അവിടുന്ന് കാണാം. ഓക്കെ, നമ്മൾ വിട്ടെ. ആ അതല്ല, ഇത് മഴക്കാറാണ്, മഴക്കാറിൻ്റെ ഇരുടാണ്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇരുടാവില്ലല്ലോ. ഇതാ വഴി. അയ്യോ, ഇതെങ്ങനെ കയറും? ഇവിടെ സ്ലിപ്പറി ആണല്ലോ. അയ്യോ, വഴുക്കുണ്ട്. ബാഗ് ഇല്ല, ഭയങ്കര കനയല്ലോ. എന്തെടുത്തില്ലേ? കൈ പിടിക്കണ? ഇതിപ്പോ മേലെ കയറി വന്നിട്ടല്ല കേട്ടാ, ഇവിടെ നിന്നുള്ള താഴ്ച ഉണ്ട. അവിടെ ദൂരെ എന്തോ റിസോർട്ടാണ്, എന്തോ ഉണ്ട്, കണ്ട അവിടെ കണ്ട. നീൻ്റെ മേലെ വേറൊരു പാറയുണ്ട്. ഞാൻ നിങ്ങൾക്ക് അങ്ങേ ഭാഗത്തുള്ള വ്യൂ കൂടി കാണിച്ചു. കംപ്ലീറ്റ് വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. കണ്ട കംപ്ലീറ്റ് വ്യൂ കണ്ട. ആഹാ, സൺസെറ്റ് കഴിഞ്ഞിട്ട് അവിടെ ചുവപ്പ് കളർ മാത്രമുണ്ട്. ഇവിടുന്ന് മൊത്തം ടൗണൊക്കെ കാണാൻ പറ്റും. അങ്ങേ ഭാഗത്ത് കണ്ട, അവിടെയൊക്കെ ടൗണാണ്. അവിടെ റോഡ് പോകുന്നുണ്ട് അങ്ങോട്ട്. നല്ല വ്യൂ ആണ്. പകല് നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് നമ്മളിങ്ങനെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് വന്നതല്ലല്ലോ, ജസ്റ്റ് വന്നതെന്നല്ലേ ഉള്ളൂ. എന്നെ കാണുന്നുണ്ടോയെന്നറിയില്ല, പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ,
ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നല്ല സുഖമുണ്ട് കേട്ടോ, അടിപൊളി കാറ്റാ. ഞങ്ങൾ ശരിക്കും ഇന്ന് ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ. ഡ്രോണ് സെർച്ച് ചെയ്ത് അങ്ങനെ തളർന്ന് താപാനായി. അപ്പോൾ അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യാന്ന് വെച്ച് വന്നു. ആകാശത്തൊരു നക്ഷത്രം ഇല്ല കേട്ടോ, കംപ്ലീറ്റ് കാർമേഘാണ്. പിന്നെ അങ്ങ് ദൂരെ റോഡിൽ നിന്ന് വണ്ടി പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ഇങ്ങോട്ട്. നിങ്ങളിപ്പോൾ ഉള്ളത് കാട്ടിലൊന്നല്ലേ, കാട്ടിൻ്റെ ബോർഡറിലാണ്. ഇവിടെ ഒരു നല്ല മല കണ്ടപ്പോൾ പിന്നെ മേലെ കയറിയതാ. പുള്ളി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ, ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ. ആ, ഇനി ഇങ്ങോട്ട് ഭയങ്കര താഴ്ചയുണ്ടല്ലേ, അങ്ങോട്ടേക്ക് ഭയങ്കര താഴ്ചയുണ്ടല്ലേ. ലോട്ടറി എല്ലാവർക്കും ഇങ്ങോട്ടല്ല അടിക്കുക, ഇത് അങ്ങോട്ടേക്ക് അടിച്ചേ. ആ ഒരു നല്ല വിഷ്വൽസ് കിട്ടിക്കൊണ്ടിരുന്ന ഡ്രോണായിരുന്നു. എന്താ ചെയ്യാ, വിധി. എടുക്കാനുണ്ട്, അതും പോയി. ആ പാറന്റെ മേലെ എടുത്തില്ലേ, ആ മലന്റെ മേലെ. ആ അത് പോയി. പിന്നെ കാട്ടിൽ കൂടെ നടന്ന ആ ഒരു വിഷയം പോയി. ആ കൊടും കാടിന്റെ ഭീകരത എല്ലാരും കാണിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യാ. അത് ഞാൻ ഓർത്തില്ല കേട്ടാ, അത് ഞങ്ങള് ഇങ്ങോട്ടേക്ക് ഡൗൺലോഡ് ചെയ്ത് എടുത്തില്ല അല്ലേ. ഷടാ, അതിപ്പോ ആർക്കും കിട്ടുമില്ലല്ലോ, ഒരു കാര്യമില്ലല്ലോ. അതിന്റെ റിമോട്ട് കയ്യിലുണ്ട് കേട്ടാ, അതിനെ കൊണ്ട് ഗെയിം കളിക്കാൻ പറ്റുമോ? റിമോട്ട് വേറെ ഡ്രോൺ മേടിക്കുമ്പോ ഉപയോഗിക്കാം. ഇതാണ് ഈ വീഡിയോ എടുക്കുമ്പോഴുള്ള ഒരുപാട് എന്താ പറയാ പാളിച്ചകളാണ് ഇതൊക്കെ. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എളുപ്പമാണെന്ന് വിചാരിക്കും. ഇങ്ങനെ പല നഷ്ടങ്ങളും സംഭവിക്കും. ഡ്രോണ് പോവും, ചിലപ്പോൾ ക്യാമറ വീഴും, താഴെ വീഴും. മൈക്ക് ഇപ്പൊ 2 പ്രാവശ്യം ക്യാമറ വീണു. ആ പാറയിൽ ഇങ്ങനെ മറ്റേ ട്രൈപോഡിൽ വെച്ച് ഞാൻ അവിടെ പോയി ഇരിക്കുമ്പോഴത്തേക്ക് അതെ, അത് ജസ്റ്റ് വെക്കുന്നതാ എഡ്ജില്. അപ്പൊ പാറയിൽ വെച്ചിട്ട് ജസ്റ്റ് അവിടെ പോയി ഇരിക്കുമ്പോഴത്തേക്ക് കാറ്റടിക്കുമ്പോ ഇതാണ് സംഭവം. അത് വീണപ്പം തന്നെ ഞാൻ തുള്ളി അതിന്റെ കാല് പിടിച്ചോണ്ട് അത് താഴോട്ട് പോയില്ല. എന്താ ഇതൊക്കെയാണ് സീന്. നമ്മള് വെള്ളം തിളച്ചില്ലേ, സ്പെഷ്യൽ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞില്ലേ. എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? മുട്ട പുഴുങ്ങിയതാ, പാൽപ്പൊടി ഇങ്ങനെ ഇളകി വരില്ലേ. ആ ഇളകി, അത് ഇളക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. സ്പൂണുണ്ടോ? സ്പൂണില്ല, അത് ഇങ്ങനെ കൈനെ കൊണ്ട് ഇളക്കാം, കൈനെ കൊണ്ട് ഇളക്കാം. ആ കേട്ടോ, ആ അതായി, ഓക്കെ. ആ റെഡ് സെറ്റ് ഫുൾ ഇട്ടോ, നല്ല കട്ടി ആയിക്കോട്ടെ. ഒന്ന് മതി, 10 രൂപയുടെ അല്ല അത്. ആ മതി. തിളച്ചു പോവോ? ഇല്ലില്ല, വേറെ സാധനം ഉണ്ട്. ആ ഒന്ന് തിളക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ കുറച്ചും തീ കുറച്ചാൽ മതി. വേറെ സാധനം ഉണ്ട്. എന്താ 2 പാക്കറ്റ് ഹോർലിക്സ്. ഓ സെറ്റ്. ഡ്രോണൊക്കെ പോയതിന്റെ സന്തോഷമല്ല, ഇന്ന് ലോട്ടറി അടിച്ചതിന്റെ സന്തോഷം. അതിൽ പ്രാണി ഒന്ന് വീണ് നോക്കണേ. അത് നോക്കണ്ട, പിന്നെ പ്രാണിച്ചായ ആവും. വെന്തോളും. പ്രാണിച്ചായ, നോൺ വെജ് ചായ. എന്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞത് നല്ല കട്ടൻ ചായ ഉപ്മാവ് ഉണ്ടാക്കാൻ. ഞാൻ അങ്ങനെ ഈ റവ മേടിച്ച് വെച്ചിട്ട് ഒരു 15 ദിവസമെങ്കിലും ബാഗില് നല്ല കട്ടൻ ചായ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. പക്ഷെ ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇന്ന് ഓൾറെഡി ലേറ്റ് ആണോ, അല്ലെങ്കിൽ പിന്നെ എവിടെയും പോയിട്ട് ഉണ്ടാക്കായിരുന്നു.
ആ അത് ഓഫായി ഒക്കെ ആയിട്ടുണ്ട്. കപ്പൊന്നും കൊണ്ടുവന്നില്ല കേട്ടാ, ഗ്ലാസ് എവിടെ? കപ്പില്ല. ഞാൻ കപ്പ് എടുക്കാണ്ട് കുഴപ്പമില്ല, ചട്ടിയിലാണ് ചട്ടിയില്. നല്ല ഹോർലിക്സ് ഉണ്ടാക്കി കൊടുത്തപ്പോ അവൻ ഗ്ലാസ് ഒന്നും എടുത്തില്ലല്ലേ? ഞാനൊന്നും എടുത്തില്ല, ഞാൻ ജസ്റ്റ് ആ അതിന് മാത്രം വന്നതാണ്. ഡ്രോണ് തരാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വന്നല്ലേ. കുടി 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 കുടി. ഇതില് മുട്ട ഉണ്ടല്ലോ, അത് ബോയിൽ ചെയ്യട്ടെ? ആ മുട്ട പോയില്ലോ. കത്തി ഉണ്ടാ? കത്തി ഉണ്ടെങ്കിൽ നമുക്ക് മുട്ട സർവർ ഉണ്ടാക്കാം. സർവർ ഉണ്ടാക്കണം, അതിനൊന്നും സമയമില്ല. ഒന്നുമില്ല, പണിയൊന്നുമില്ല. പഴം മുറിച്ചിടുക, കുറച്ച് ഓയിൽ വയ്ക്കാം, മുട്ടയും പഴവും ഒന്നിച്ചിടുക. ഉണ്ടല്ലേ? മുട്ട പോയിക്കോ. അപ്പൊ ഇന്നത്തെ ഞങ്ങള് സ്പെഷ്യല് ഹോർലിക്സ്. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാലേ, ഇങ്ങനെ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോ ഈ പഴവും മുട്ടയാണ് മെയിൻ, എന്താ പറയാ, പ്രോട്ടീൻ കിട്ടുന്ന സാധനം. ഇതിനകത്ത് ഫൈബർ. എത്ര മുട്ട ഇടണം? 4 മുട്ട ഉണ്ട് അതില്, 2 വെച്ച് കഴിക്കാം. എനിക്ക് 2 തരുമോ? ആ 4 എടുത്തോ, പിന്നെന്താ. നീ കുറച്ച് ആയി കഴിയുമ്പോ പറയും എനിക്ക് 3 നീ ഇങ്ങനെ ഇത് വേണ്ടേ, സാധനം ഉണ്ടാക്കണ്ടേ? എനിക്ക് ബോഡി ഉണ്ടാക്കി തരുമോ? ബോഡി ഉണ്ടാക്കണമെങ്കിൽ മെനക്കെടണം. ആപ്പ് നോക്കിയാൽ ബോഡി ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് അതിൻ്റെതായ വർക്ക് ചെയ്യണം. അല്ല, ബോഡി ഉണ്ടാക്കുന്നതിലല്ല കാര്യം ഫിറ്റ്നസ്സാ. ഞാൻ ഫിറ്റ്നസ്സാ നോക്കാറില്ല. ഞാൻ ഈ ജിമ്മിന് പോകാറില്ല. ഞാൻ രാവിലെ എണീച്ച് ഗ്രൗണ്ടിൽ ഒരു 10 റൗണ്ട് ഓടും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ എക്സസൈസ് ചെയ്ത് കുറേ ഡ്രില്ലുണ്ട്. നമ്മളെ പോലീസുകാരുടെ ഡ്രില്ലുണ്ട്, പിന്നെ ഞാനായിട്ട് കണ്ടുപിടിച്ച കുറേ ഡ്രില്ലുണ്ട്, പിന്നെ ഹാങ് ചെയ്ത് കുറേ കളിക്കും. ഈ ഗോൾ പോസ്റ്റിലെ ഹാങ് ചെയ്ത് കളിക്കും. അതിന്റെ ഒക്കെ റീൽ ഞാൻ ഇടാറുണ്ടായിരുന്നു ആദ്യം. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ, ഈ ബോഡി ഉണ്ടാക്കലല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിറ്റ്നസ്സും എൻഡ്യൂറൻസ് ആണ്. എൻഡ്യൂറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നിങ്ങളിപ്പോ ഒരു മല കയറാണ്, അത് മുഴുവനായിട്ട് കയറാൻ നിങ്ങൾക്ക് പറ്റണം. അതാണ് എൻഡ്യൂറൻസ്. പകുതിക്ക് നിർത്തി കറുപ്പ് വന്ന് അത് ക്വിറ്റ് ചെയ്ത് തിരിച്ചു വരുന്നില്ലേ, അവിടെ ഫിറ്റ്നസ് പോയി. ഞാൻ അങ്ങനെ തിരിച്ചു വരുന്നില്ല. ഇല്ല, നിങ്ങൾ ഫിറ്റ് ആണ് ഓൾറെഡി, പിന്നെ നിങ്ങൾ എന്തിനാ ബോഡി ഉണ്ടാക്കുന്നത്? ബോഡി അല്ല മീൻസ് അതിനെന്താ ചെയ്യേണ്ടത്? അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഡംബിൾസ് ഇല്ലേ, ഒരു 2 kg അല്ലെങ്കിൽ 5 kg ഡംബിൾസ് വാങ്ങാം, 2 അത് വെച്ചിട്ടുള്ള എക്സസൈസ് വേണേ ഞാൻ കാണിച്ചു തരാം. ആ 2 ഡംബിൾസ് മാത്രം മതി. എൻ്റെ അടുത്ത് അത് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ ജിമ്മിന് പോകുന്നുണ്ടാ? ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു പണ്ട്, +2 പഠിക്കുന്ന സമയത്ത് ഒരു 6 മാസം 8 മാസത്തോളം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മൊത്തം ഇത് തന്നെ പരിപാടി. ഹോർലിക്സ് ഞാൻ കുടിക്കാല്ലേ? ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. അല്ല, ഹോർലിക്സ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. കുറച്ചും കൂടി പാൽപ്പൊടി വേണമായിരുന്നു. ഇത് വെള്ളം പോലെ. മലയാളത്തിൽ 100 വട്ടം ചോദിച്ചാ ഒന്ന് മതി. ഇതെന്താ അടഞ്ഞോ? അതാ പറഞ്ഞ, കലങ്ങിയില്ല, അത് പൊടിയായി കിടക്കാണ്. അത് ഇതിലേ ഒഴിക്ക്. അയ്യോ, അതതിലേ വരില്ല. അതാ പറഞ്ഞേ. ഇത് ശരിക്കും അത് കുടിച്ചൊരു ടേസ്റ്റേ തോന്നുന്നില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്, എൻ്റെ കലങ്ങിയില്ലാന്ന്. കണ്ടാ, അമ്മേ കലങ്ങിയില്ല, വേണേ 1 ഗ്ലാസും കൂടി കലക്കി തരട്ടെ മോനെ. ആ ഡയലോഗ് ഓർമ്മ ഉണ്ടാ? അതെ, യോധ സിനിമയിൽ ജഗതി പറയുന്നു. അത് കലങ്ങില്ല ശരിക്ക്. ഹോർലിക്സിന്റെ കുഴപ്പം, അത് കലങ്ങൂല. ഹോർലിക്സ് അല്ല കലങ്ങാത്ത, പാൽപ്പൊടി. ഇന്നലെ രസം ഉണ്ടായില്ലേ? ഇന്നലെ കറണ്ട് പോയില്ലേ, മറ്റേ മരം വീണിട്ട് നല്ല കാറ്റടിച്ചില്ലേ, മാവ് വീണ്. ഇപ്പൊ ഞാൻ മെഴുകുതിരി കത്തിച്ചിട്ട്, വേറെ ലൈറ്റ് ഒന്നും ഇല്ലല്ലോ അവിടെ. ആ റൂം അറിയില്ലേ, മറ്റേ ഇവർ യൂസ് ചെയ്യാണ്ട് വെച്ച റൂം, അപ്പൊ അവിടെ എല്ലാം കിടന്നത്. അപ്പം ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ചാർജ് ചെയ്യാനും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ മെഴുകുതിരി ഇല്ല എൻ്റെ അടുത്ത് ബാഗില്, ആ ബാഗിലുള്ള മെഴുകുതിരി എടുത്ത് കത്തിച്ച് ഞാൻ നിലത്ത് കിടന്നത്. മുമ്പില് ലൈറ്റ് കണ്ടിട്ട് ഞാൻ കേട്ടനെല്ലാം നീക്കി വെച്ചിന്, പുറത്തെ ലൈറ്റ് കണ്ടിട്ട്
പുറത്ത് ലൈറ്റ് ഉണ്ട്. ഞങ്ങളെ വീട്ടിലേക്ക് വരുന്ന മരം വീണിട്ടാണ് ലൈന് പോയത്. അപ്പൊ കേട്ടനെല്ലാം നീക്കി വെച്ചിട്ട് ഞാൻ കടന്ന് ഉറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഇന്നലെ മറ്റേ ഡ്രോൺ നിർത്തിയിട്ട്. അപ്പൊ ഉറങ്ങി എന്താന്നറിയില്ല, പെട്ടെന്ന് ഞാൻ നോക്കുമ്പോ ജനലിന്റെ പുറത്ത് ഒരാളിങ്ങനെ നോക്കുക. എന്റെ നെഞ്ഞങ്ങ് കാളി. എന്താന്നറിയില്ല, ഞാൻ ഞെട്ടി എണീച്ചിട്ട് അപ്പോഴ് ഡോറ് ഒരു ലോക്കേ ഇട്ടിട്ടുള്ളൂ. ഞാൻ ഒന്നും കൂടി ഡോറ് തുറന്നിട്ട് ഒന്ന് ശക്തിയിൽ അടച്ചിട്ട് രണ്ടാമത്തെ ലോക്കം ഇട്ടിട്ട് ഞാൻ കിടന്നുറങ്ങി. ഞാൻ ആരാ എന്താ ഒന്നും ചോദിക്കാനും പോയില്ല. പക്ഷെ ഞാൻ സ്വപ്നം കണ്ടാണോ എനിക്ക് സംശയം. സ്വപ്നം കണ്ടായിരിക്കും അല്ലേ? എത്ര മണിക്ക്? ഒരു 2-3 മണി ആയിട്ടുണ്ടാവും. ഞാനിങ്ങനെ കാണാ ഒരാളിങ്ങനെ എന്നെ നോക്കുകയാണ്. ആദ്യം എന്നെ നെഞ്ഞില്ല, ഹാർട്ട് ശരിക്കും അടിക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് ഭയന്നുപോയി. എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. അപ്പം തന്നെ ഞാൻ എണീച്ച് പോയി 2 ലോക്ക് വിട്ട് ഡോറൊന്ന് അടച്ച് ടക്കുന്നുണ്ട്. വലിച്ചടച്ചിട്ട് ഡോറൊന്ന് ലോക്ക് ചെയ്തിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ അതേപോലെ തന്നെ കടന്നങ്ങ് ഉറങ്ങി. രാവിലെ എണീച്ചിട്ട് ഹക്കീംക്കല്ലേ, ഹക്കീംഖാനോട് കാര്യം പറഞ്ഞു. ഹക്കീംക ചിരിക്ക, അവരപ്പുറത്തെ റൂമിലുണ്ടായിരുന്നു, അങ്ങേ ഭാഗത്തുള്ള റൂമിൽ. അത് സ്വപ്നം കണ്ടായിരിക്കും, അല്ലാണ്ട് ആരാ നോക്കാനാ? ഞാൻ എന്താ പെണ്ണാ ജനലിന്റെ പുറത്ത്? പേടിപ്പിക്കാനാ. ഹക്കീംകാട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഇവിടെ പ്രശ്നം, കള്ളന്റെ പ്രശ്നം അങ്ങനെ എന്താണ്? ഇവിടെ അങ്ങനെ ഞാൻ ഡോർ വരെ കൂട്ടാണ്ട് ഉറങ്ങാറുണ്ട്. കഴിക്കൂ. ഒന്ന് കഴിക്ക്. കഴിക്ക്. അങ്ങനെ ഞാന് ഒരു ദിവസം 3 മുട്ടയെങ്കിലും ചുരുങ്ങിയ കഴിക്കും. 3 മുട്ട എനിക്ക് നിർബന്ധം. രാവിലെ 2 മുട്ട കഴിക്കും, ഇതേപോലെ ബോയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹാഫ് ഫ്രൈ ആക്കിയിട്ട് കഴിക്കും. രാത്രി വൈകുന്നേരം രാത്രി അല്ലെങ്കിൽ ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ ഒരു ഓംലെറ്റ് അടിക്കും, 1 മുട്ട വെച്ചിട്ട്, എന്നിട്ട് അത് കഴിക്കും. പിന്നെ പഴം, നേന്ത്രപ്പഴം, ഫുഡെല്ലാം കഴിക്കും കേട്ടോ. എല്ലാ ഫുഡും കഴിക്കും, പക്ഷെ ലിമിറ്റായിട്ട്. വയറും നിറച്ച് കഴിക്കില്ല, വയറിൻ്റെ ഒരു പകുതി ഭാഗം. അതിനുശേഷം പിന്നെ വെള്ളം കുടിക്കും നല്ലോണം. ഇത് ബാക്കി അവിടെ ഫ്രീ ആയിട്ട് വരും. മഴ പെയ്യുന്നുണ്ടോ? അതെനിക്കൊരു സംശയം. ചെറുതായിട്ട്. മഴയാണോ മഞ്ഞാണോ? മഴയാണ്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പെയ്യുണ്ടാവും, അല്ലെങ്കിൽ രാത്രി നല്ലൊരു മഴ പെയ്യും. മഴ പെയ്താ എന്താ ചെയ്യാ? പെട്ടെന്ന് താട്ടിറങ്ങാൻ പറ്റില്ല, ആണ് പ്രശ്നം. മഴ തുള്ളി വന്നിട്ടുണ്ടോ? അയ്യോ, നോക്കാല്ലേ? തുള്ളി വരുന്നുണ്ടല്ലേ? ഈ പാറ ഇറങ്ങി താട്ട് പോകാനാ പാട്. നോക്കാം, അന്നേരം എന്താ പറ്റുന്നത് നോക്കിയിട്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് എഗ്ഗ് കഴിക്കാം. ചൂടാണ്, അങ്ങനെ കഴിക്കുക. ആറട്ടെ. വെള്ളം കളയട്ടെ? വെള്ളം കളച്ചോ. മിന്നാമിനി അതാ പോകും. ഇത് ബ്ലോക്ക് ആയിടാ. അത് കൊള്ളിയിട്ട് കുത്തണം. ഈ ക്യാമ്പിങ്ങിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വേസ്റ്റ് ആയാലും എന്തായാലും പഴത്തൊലി എന്തായാലും ഒരു കവറിലിടുക, പാക്ക് ചെയ്യുക, ഞങ്ങളുടെ ബാഗിലോ എവിടെയുള്ള അവിടെ കൊണ്ടുപോയി വെക്കുക, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഡസ്റ്റ്ബിന്നിൽ കളയാം. അല്ലേ? അതാണ് അതിൻ്റെതായ വൃത്തി. അതാണ് വൃത്തി. പക്ഷെ ഞാൻ ആലോചിക്കണതല്ല, മഴ വരുമെന്നുള്ളത് പേടി. താഴോട്ട് ഇറങ്ങാൻ പാടടാ. മഴ കൊള്ളാം, ഈ പാറപ്പുറത്ത് കിടന്ന് നല്ല കടന്നിങ്ങനെ മഴ കൊള്ളാം. മുട്ട എടുത്ത് കഴിക്കും. അത് ആറട്ടെ, ചൂടല്ലേ? ആറിക്കോളും. മുട്ടേന്റെ പണി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയല്ലോ. പിന്നെ ലൈറ്റ് ക്യാമറ നോക്കിയാൽ മതി, മഴയില്ല. പിന്നെ ഈ മുട്ട നോക്കി ഇരിക്കേണ്ടി കഴിഞ്ഞാൽ ഇതിന്റെ കണ്ണ് തെറ്റിയാൽ നീ ഒക്കെ എടുത്ത് തിന്നു.
അതില്ലാത്തല്ല. ഞാൻ ഇപ്പൊ നിങ്ങളെ മുട്ട എടുത്ത് കഴിച്ചത്. പറയാൻ പറ്റില്ല. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും വേണ്ടില്ല, കമന്റ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ കാണുന്നുണ്ടെന്നുള്ള മനസ്സിലാവും. ഇപ്പൊ നിങ്ങള് ലൈക്ക് ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല. എന്താ പറഞ്ഞാല് ലൈക്ക് ഇപ്പം വീഡിയോ കാണാതെ തന്നെ ചെയ്യാൻ പറ്റും അല്ലേ? എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ലേ? ഒരു ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി ലൈക്ക് അടിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാം. പക്ഷെ കണ്ടു കഴിഞ്ഞാലാണ് അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉള്ളത്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് കമന്റ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് അതിന്റെ ഒരു കാര്യം മനസ്സിലാകുക, നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് അല്ലേ? മുട്ട കഴിക്കാൻ തുടങ്ങിയ? ഓ മുട്ട ഞാനെടുത്ത് കഴിക്കുന്ന പറഞ്ഞ് ഞാൻ ഒന്ന് കിടക്കുമ്പോഴത്തേക്ക് മൂപ്പരെടുത്ത് കഴിക്കാൻ തുടങ്ങി. അയ്യോ, ചൂടുണ്ടല്ലേ? രണ്ടെണ്ണം കൂടി ഞാൻ തിന്നട്ടെ. ഓ രസമുണ്ടല്ലോ. ഇത് ഡ്രോണ് തിരയാൻ പോയപ്പോ ഭയങ്കര ക്ഷീണായി. അതുകൊണ്ടാ, അല്ലെങ്കിൽ നിങ്ങൾ കാട് കാണാം നമ്മളായത് കൊണ്ടാണ്. ഞാൻ ശരിക്കും ഫയർഫോഴ്സിനോട് പറഞ്ഞപ്പോ ഫയർഫോഴ്സുകാർക്ക് സമയമില്ല, പിന്നെ നമ്മള് തമാശ കളിക്ക് വരാൻ പറ്റുന്നതല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഒരുപാട് നിരാശയായി. അങ്ങനെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചങ്ങോട്ട് ഇറങ്ങിയില്ല. ആ റോപ്പ് കെട്ടി നന്നായി. അതാരോ കെട്ടിയിരുന്ന പടച്ചോൻ അവിടെ വെച്ചതാട്ടാ റോപ്പ് അല്ലേ? അതെങ്ങനാ സത്യമായിട്ട് പറയുന്നേട്ടാ? നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ അവിടെ കൊണ്ടുപോയി റോപ്പ് അവിടെ പോകാൻ തന്നെ എത്ര നടക്കണം എന്നറിയോ? ആ റോപ്പ് ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ആ റോപ്പിന് വേണ്ടിയിട്ടാണ് ഫയർഫോഴ്സിനെ വിളിച്ചത് തന്നെ. ഞാൻ ഫയർഫോഴ്സ് വരില്ല എന്ന് പറഞ്ഞപ്പോ ഫയർഫോഴ്സിനോട് ലാസ്റ്റ് ചോദിച്ചു, എനിക്കൊരു റോപ്പ് തന്ന് സഹായിക്കുമെന്ന് ചോദിച്ചു. ഒരു 40-50 അടി താഴ്ചയിലാണ് ഇത് ഇറങ്ങേണ്ടത്. അതിൽ അവർ പറഞ്ഞു നിങ്ങൾ അങ്ങനെ അലോഡ് ഇല്ലാണ്ട് ഇറങ്ങരുത്, പിന്നെ റോപ്പ് ഇവിടെ ഇല്ല എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ പിന്നെ വിളിക്കാൻ പോയില്ല. എന്നെ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. പക്ഷെ അവര് തിരിച്ചു വിളിച്ചില്ല. എനിക്കറിയാം അവര് വിളിക്കൂലെന്ന്. പിന്നെയാണ് ഞാൻ നിന്നോട് പറഞ്ഞു നമുക്ക് നോക്കാടാന്ന്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ റെഡിയാ, നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ റെഡിയാന്ന് പറഞ്ഞില്ല. എന്തായാലും കുറെ പരിശ്രമിച്ചു, കിട്ടിയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ അഥവാ റോപ്പ് വേറെ ആയിരുന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞില്ല. മരം മുറിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഇനിയിപ്പോ മുട്ട വേറല്ലല്ലോ. ആകെ ആ മുട്ട രാവിലെ വീട്ടിൽ നിന്ന് കഴിക്കാന്ന് വെച്ചിട്ട് വാങ്ങിയതാ. ബാഗിലെടുത്ത് ഈ എഗ്ഗിന്റെ ഷെല്ല് കുഴപ്പമില്ല, അത് മുള്ളമ്പന്നി കഴിച്ചോളും. മുള്ളമ്പന്നി അങ്ങനത്തെ കഴിച്ചോളും. മഴ ചാറുന്നുണ്ട്. മഴ ചാറുന്നുണ്ട്. ഇത് കളയട്ടെ. കയ്യിലുണ്ട്, എനിക്കല്ലേ നിനക്കെത്തൂലല്ലോ. എൻ്റെ അടുത്ത് ഒരു ഇതുണ്ട്, എന്താ പറയാ, ബ്ലാങ്കറ്റ്. ബ്ലാങ്കറ്റോ? ഇതാണോ? ശരി. ബ്ലാങ്കറ്റ് ഒക്കെ പൊച്ചിട്ട് എങ്ങനെയും മഴ തിറക്കുക. ഞാൻ മഴയുള്ള ആലോചിച്ചില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് മറ്റേ ഒരു പുഴക്കരയില്ലേ, അവിടെ ക്യാമ്പ് ചെയ്യാൻ പോവാന്നെല്ലാം വിചാരിച്ചതാ. മഴ പെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്താണ്. ഇറങ്ങാൻ പാടാന്ന്. പക്ഷെ എനിക്കാകെ പ്രശ്നമുള്ളത് ക്യാമറ നനയുന്ന പ്രശ്നമേ ഉള്ളൂ, ക്യാമറയും മൈക്കും. ബാക്കി ഞാൻ നനയാൻ വേണ്ടി തന്നെ ഇങ്ങനെ കിടക്കാണ്. നീ നനയാൻ വേണ്ടി കിടന്നോ? ഞാന് മഴ പെയ്യുമ്പോഴത്തേക്ക് ഇറങ്ങി പോകും. പക്ഷെ ഇറങ്ങി പെട്ടെന്ന് താഴ്ത്തു പോകാനാണ് പാട്. ഇവിടുന്ന് ഇറങ്ങി പോകാൻ പാടാ അല്ലേ? മഴ പെയ്യൂലെന്ന് വിചാരിക്കുന്നത്. പെയ്ത് കഴിഞ്ഞാല് ചെറുതായിട്ടുള്ളൂ. പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മറ്റേ ചെരിഞ്ഞൊരു പാറയില്ലേ, കുറച്ച് താഴോട്ട്. മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കിടക്കാം. ഇവിടെ തന്നെ കിടക്കാം. ശരിക്കും നമ്മളിപ്പോ കാട്ടിയാദിക്കളെ മാതിരിയായി. എനി ടൈം കാട്ടില്ല, ഫുൾ ടൈം കാട്ടില്ല. കാട്ടിയാദിക്കൾ പോലും ഇങ്ങനെ ഞങ്ങളെ പോലെ ചെയ്യില്ല. അവര് 6 മണിയാകുമ്പോൾ വീട്ടിലടങ്ങും. ഞങ്ങള് 6 മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നെ നമ്മുടെ പുതിയ ഒരു പ്ലാനിങ്ങിനെ കുറിച്ചില്ല, നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, മറ്റേ 48 ഹവേഴ്സിന്റെ 48 ഹവേഴ്സ് ചെയ്ത് ഞങ്ങളൊരു ട്രയൽ പോലെ ചെയ്തതായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് 48 ഹവേഴ്സിൽ എനിക്ക് പറ്റിയൊരു പ്രശ്നം എന്താ അറിയോ? എന്റെ ഒരു പോരായ്മ തോന്നുന്നു, വെള്ളം. അത് എനിക്കും 2 ദിവസത്തിന് പോരാ. എന്താ കാരണം എന്ന് വെച്ചാല് നമ്മള് സാധാരണ ഒരു ഇതല്ലല്ലോ, ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ ആ വെള്ളം മതിയാവും.
നമ്മള് ഹൈക്ക് ചെയ്ത് പോവായിരുന്നു. അത് ശരിയാ. പോയിക്കൊണ്ടിരിക്കല്ലേ. അത് മാത്രല്ല, ഞങ്ങൾ കയറ്റം കയറാണ് ചെയ്തത്. സ്ട്രെയിറ്റ് വഴിയിലൂടെ പോവാണെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ കയറ്റം കയറി ഭയങ്കര ഒരു ചെറിയൊരു പോരായ്മ പറ്റി. ഇനി അടുത്തത് വെള്ളം, ഫുഡ്, ഒരു സാധനം ഒന്നുമില്ലാതെ മണിക്കൂർ ഞങ്ങള് ബുഷ് ക്രാഫ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ബുഷ് ക്രാഫ്റ്റ് ക്യാമ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ക്യാമ്പിംഗ് മാത്രമല്ല, ജംഗിൾ ഹൈക്കിംഗ് ആയിട്ടും ജംഗിൾ ട്രക്കിംഗ് ആണ്. ട്രക്കിങ്ങും, അതായത് ഫോറസ്റ്റുകാരോട് പെർമിഷൻ ചോദിച്ചിട്ട് ഒരു ബഫർ സോൺ ഏരിയ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. മറ്റേ കാടും ഗ്രാമവും അടുപ്പിച്ച് കിടക്കുന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലങ്ങൾ ബഫർ സോൺ ആയിരിക്കും. വൈൽഡ് അനിമൽസ് നാട്ടിലേക്ക് വരുന്ന രീതിയിലുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ സ്ഥലമുള്ള കാടുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്നതും അല്ലാത്തതുമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ പെർമിഷൻ ചോദിക്കും. അതിന്റെ ബോർഡർ വരെ പോകുമ്പോൾ പെർമിഷൻ ചോദിച്ചിട്ടേ പോകുള്ളൂ കേട്ടോ. സംസാരിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ നമ്മൾ ചെയ്യും. അത് ചെയ്തിട്ടേ ഞാൻ ഭക്ഷണം, വെള്ളം ഒന്നുമില്ല. കിട്ടുകയാണെങ്കിൽ അത് കുടിക്കും, ഇല്ലെങ്കിൽ കാട്ടുന്ന വല്ല കായോ ഉണ്ടെങ്കിൽ അത് കഴിക്കും. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഈ കാട്ടിൽ ഒരു ദിവസം ഒരാൾക്ക് അല്ലെങ്കിൽ അതെ, അത് എനിക്കൊന്ന് ഫീൽ ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരാള് കാട്ടിൽ പെട്ടുപോയ അയാളെങ്ങനെ നിൽക്കും എന്നുള്ള എനിക്കൊന്ന് ഫീൽ ചെയ്യണം. എന്നാൽ പണ്ടുള്ള ആളുകളൊക്കെ കാട്ടിലല്ലേ ജീവിച്ചത്. അപ്പൊ അവരൊക്കെ എങ്ങനെയായിരുന്നു പണ്ട് സർവൈവ് ജീവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുപഴങ്ങളും കിഴങ്ങുകളും അതൊക്കെ എപ്പോഴും ഉണ്ടാവും. അത് ഏതാ സാധനം നമുക്കറിയില്ലല്ലോ. അതെ, അതാണ് പറഞ്ഞത്. പിന്നെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കണം. നമുക്കിപ്പോ ഒരു വ്യക്തി എക്സാമ്പിൾ, ഒരാള് ഇപ്പൊ ഒരു ഫോറസ്റ്റിൽ പോയി, ഇപ്പൊ അന്ന് തന്നെ ഒരു കുട്ടി എങ്ങാണ്ട് പെട്ടുപോയത്. അപ്പൊ അതേപോലെ പെട്ടുപോയാൽ എങ്ങനെ സർവൈവ് ചെയ്യാന്നുള്ള ഒരു ട്രെയിനിങ് ആണ്, ഒരു പഠനമാണ്, ഒരു എക്സ്പീരിയൻസ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എക്സ്പീരിയൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ട്രെയിനിങ് ആയി. ഞങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കണ്ടു പഠിക്കാം. ആ ഉള്ള ഒരു രീതി. അപ്പൊ അങ്ങനെ വേറെ ഒരു സാധനമില്ല, നമുക്ക് ക്യാമറയും നമ്മുടെ ലൈറ്റും ഇത് മാത്രം മതി. വേറെ ഒരു സാധനം കൊണ്ടു അത് ജെന്യൂൺ ആയിട്ടുള്ള ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്കിപ്പോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉള്ള കാടുകളുണ്ട് ഒരുപാട്. അവിടെ ഇഷ്ടംപോലെ ആനിമൽസും ഉണ്ട്, അല്ലാണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളൊന്നല്ല. ഇതെന്ന് പറഞ്ഞാല് റിയൽ ആയിട്ടുള്ള ഈ ഫോറസ്റ്റ് തന്നെ, ആളനക്കും ആളുകൾ പോവാത്തതായിട്ടുള്ള സ്ഥലങ്ങൾ. അവരെ അനുവാദത്തോടു കൂടിയാണ് നമ്മൾ പോകാൻ ശ്രമിക്കുന്നത്. അപ്പൊ എന്തായാലും അത് അടുത്ത ദിവസം പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പറ്റും, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ശ്രമത്തിലാണ്. അതിനെല്ലാരും വെയിറ്റ് ചെയ്യുക, എല്ലാവരും പ്രാർത്ഥിക്കുക, സേഫ് ആയിട്ട് തിരിച്ചു വരാനും പോകാൻ പറ്റാനും എല്ലാം പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കണ്ടിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. കമന്റ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലാകുന്നത്. ലൈക്ക് മാത്രം അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്താ ഫീല് ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. അതെ, അഭിപ്രായങ്ങൾ പറയാം. അഭിപ്രായങ്ങൾ പറഞ്ഞു കിടന്നു ഉറങ്ങല്ലേ? മഴ ചെറിയ ചാറ്റൽ മാത്രമേ ഉള്ളൂ. കിടക്കാം ഇവിടെ. ഉറങ്ങൂല എന്തായാലും. പക്ഷെ കിടന്നിട്ടേ മഴന്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് ആസ്വദിക്കണം. എന്താ സുഖല്ലേ. ഞാൻ ഒരിക്കൽ ഇങ്ങനെ കടന്നിട്ടുണ്ട്, നിങ്ങളില്ലാന്ന് തോന്നുന്നു ആ സമയത്ത്. ഞാനിവിടെ വയനാട്ടിൽ വന്നിട്ട് മാനന്തവാടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതാ. കാട്ടിക്കുളം വഴി ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇവിടെ എത്തിയത് ക്രിസ്മസിന്റെ രാത്രിയായിരുന്നു അത്. നാട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഇങ്ങെത്തി ഇവിടെ ഈ റോഡിലെത്തി ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഇതേപോലെ ഒരു പാറക്കെട്ട് പോലെ കണ്ടപ്പോൾ നേരെ വണ്ടി എടുത്ത് പോയി ഇങ്ങനത്തെ പാറന്റെ മേലെ കയറി കടന്നിട്ട് തിരിച്ചു പോകുമ്പോഴാണ് അവിടെ ഉള്ള ആള് കണ്ടു തന്നെ. അപ്പൊ അവൾ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? ഞാൻ പറഞ്ഞ അവിടെ ഉള്ള ഒരു പാറക്കെട്ടില്. നിങ്ങളെ എന്ത് മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് അയാൾ വയനാട്ട് ഭാഷയില പറഞ്ഞ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അവിടെ പുലി കിടക്കുന്ന പാറയാണ്. എന്ത് ഭ്രാന്ത്. പക്ഷെ നീ അത് അറിയാതെ കിടന്നോണ്ട് എന്റെ ഭാഗ്യം. ഞാൻ അറിഞ്ഞിട്ട് എന്തായാലും അവിടെ പോവില്ല. ആരും അനുഗ്രഹിക്കപ്പെടുന്നു, ആരും അനുഗ്രഹിക്കരുത് കേട്ടാ. അങ്ങനെ എന്റെ ഓരോ ഭ്രാന്തുകളത്. ഇവിടെ കിടക്കാൻ. അപ്പൊ പിന്നെ ഉറങ്ങാല്ലേ? ഉറക്കൊന്നും വരൂല. അല്ല, ഇവരെ വിട്ടുകൊടുക്കാലോ, അവരുറങ്ങിക്കോട്ടെ. പിന്നെ അവര് ഞങ്ങള് ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ കടന്ന മാത്രം കണ്ടിട്ട് എന്താ കാര്യം. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഉറക്കം വന്നു കഴിഞ്ഞാൽ ഉറങ്ങുള്ളൂ. അതെ, അല്ലെ രാവിലെ വരെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് ഇവിടുന്ന് സ്ഥലം വിടും. ഓക്കെ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.
സൺറൈസ് കണ്ട എന്താ ഭംഗി. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട്? സുഖനല്ലേ? ഞാൻ ഇതിൻ്റെ ഏറ്റവും പീക്കിൽ കയറിയിട്ടേ സൺറൈസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി ആയപ്പോൾ ചെറിയ ഒന്ന് തണുപ്പ് കൂടിയപ്പോൾ എൻ്റെ ബാഗിൽ ചെറിയ മറ്റേ പുതപ്പുണ്ടായിരുന്നു, മറ്റേ ബ്ലാങ്കറ്റ്, അതെടുത്തങ്ങ് പുതച്ച് നന്നായിട്ടങ്ങ് കിടന്നുറങ്ങി. മഴ ഒന്നും പെയ്തില്ല കേട്ടാ. എന്താ രസം എന്നറിയാം. ഇനി ഇവിടുന്ന് സ്കൂട്ടാണോ. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഹൈപ്പ് ചെയ്യുക. ഓക്കെ, നമ്മളെ പ്രേക്ഷകരോട് പറഞ്ഞേക്ക് നമ്മൾ പോവാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും അടിപൊളിയായിട്ട് കിടന്നു ഉറങ്ങി, സുഖമായി, വലിയ കുഴപ്പമില്ലല്ലേ? ഇല്ല, നല്ല ഞാൻ കിടന്ന പാറയിൽ കിടക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായത്. ഇങ്ങനെയല്ലേ ഉള്ളത്, സ്ട്രെയിറ്റ് ആയിട്ടല്ലേ ഉള്ളത്. എന്തായാലും മഴയൊന്നും പെയ്തില്ല, എന്തായാലും അടിപൊളിയായിട്ട് ഉറങ്ങി. പിന്നെ ഇനി ഞങ്ങള് കുറച്ചു നേരം നമുക്ക് ആ ഡ്രോണിന്റെ കൂടെ ഒന്ന് സെർച്ച് ചെയ്തിട്ട്, എന്തായാലും ഇവിടെ നിന്ന സ്ഥിതിക്ക് ഡ്രോൺ ഒന്നും കൂടി ഒന്ന് സെർച്ച് ചെയ്ത് വെറുതെ ഒരു സംതൃപ്തി കിട്ടാത്തതുകൊണ്ട് ചെയ്യുന്നതാണ്. കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല, എന്നാലും ഒന്ന് കിട്ടിയാലും ഓക്കെ അല്ലേ. ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് ബോഡി കിട്ടിയാൽ ഒരു സന്തോഷമില്ല, അതേപോലെ അല്ലേ. ഡ്രോൺ എന്തായാലും മഴ പെയ്ത് വെള്ളം കയറി പോയിട്ടുണ്ടാവും, പക്ഷെ കിട്ടിയാലൊരു സമാധാനം, സന്തോഷം. എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് വിടാനുള്ള പരിപാടി. അപ്പോൾ നിങ്ങൾ വിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, ഗുഡ് ബൈ. അപ്പൊ ഞാനും ഓൾറെഡി പറയട്ടെ. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോ കാണാം.